ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്, കുറച്ചും കൂടെ ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങി ഡിഗ്രി ലെവൽ എക്സാംസിന് 10th ലെവൽ എക്സാംസിനും ഒക്കെ വേണ്ട രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നോക്കിയിരിക്കുന്നത്. നോക്കാം. അപ്പം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് MCQ പോലെ നോക്കാം. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതിയെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? അടുത്തത്, കേന്ദ്രമന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെട്ടതാണ് രാഷ്ട്രം. ഇത് ഏതിനകത്താണ് പറയുന്നത്? ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല. ഏത് ആർട്ടിക്കിൾ അല്ല, അതായത് ആർട്ടിക്കിൾ 14 ആണെന്ന് നിങ്ങൾക്കറിയാം. അതിനകത്തും ഏത് പോർഷനിലാണ് ഇത് പറയുന്നത്? തുല്യ നിയമ സംരക്ഷണമാണോ, നിയമസമത്വമാണോ, സമത്വമാണോ, നിയമത്തിന് മുന്നിലുള്ള സമത്വമാണോ? അപ്പൊ ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരും ഒരുപോലെ സംരക്ഷിക്കും. അത് ഏതിനകത്താണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ഏത് രാജ്യത്തു നിന്നാണ് കടം എടുത്തിരിക്കുന്നത്? നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം, രണ്ടും രണ്ടാണ്. സംസ്ഥാന ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന മതപ്രബോധനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഏതൊരു വിദ്യാർത്ഥിക്കും അവകാശമുണ്ട്. സമത്വം എന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ നമ്മൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നതായിരിക്കും. നോക്കാം. നമുക്ക് ബേസ് തൊട്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. സെക്കൻഡ്. ഓക്കെ. ഇപ്പൊ ഭരണഘടന നമ്മളിപ്പോ ഇന്ന് പഠിക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പാർട്ട് 3യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാർട്ട് 3 ആണല്ലോ മൗലിക അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിള് ഏത് മുതൽ ഏത് വരെയാണ്? 12 മുതൽ 35 വരെയാണ് ആർട്ടിക്കിള് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിലെ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമന്റെയും സീതയുടേതും ആണ്. ഒറിജിനൽ പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ശ്രീരാമന്റെയും സീതയുടേതും ആണ്. ആർട്ടിക്കിൾ 12 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റേറ്റിനെ നിർവചിച്ചിരിക്കുന്നതാണ്. ഒരു സ്റ്റേറ്റിനെ നിർവചിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെട്ടതാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 12-ലാണ്. അപ്പൊ 12 മുതൽ 35 വരെയുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റും വരും, നിയമസഭയും വരും, ലോക്കൽ സെൽഫ് ഗവൺമെന്റും വരും, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് ആർട്ടിക്കിൾ 12 അഥവാ സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനം എന്ന് പറയുന്നത്. അത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ ആർട്ടിക്കിൾ 13 റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ജുഡീഷ്യൽ റിവ്യൂ, അതായത് നീതിന്യായ പുനഃപരിശോധന, ആർട്ടിക്കിൾ 13. ഇനി ആർട്ടിക്കിൾ 12 പ്രകാരം സംസ്ഥാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും സ്റ്റേറ്റിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടോ? അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനേഷനകത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? എസ് എന്ന കാര്യം പറഞ്ഞു വെച്ചിരിക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ശ്രീരാമനും സീതയുമാണ് ഒറിജിനൽ പതിപ്പിലെ ഭാഗത്തിൽ വരുന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 ആണ് സ്റ്റേറ്റിന്റെ നിർവചനം. ഇതനുസരിച്ച് പാർലമെന്റ് ആയാലും കേന്ദ്രമന്ത്രിസഭയായാലും സംസ്ഥാന മന്ത്രിസഭയായാലും നിയമസഭയായാലും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയാലും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഇവൻ സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നു എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? ആർട്ടിക്കിൾ 12-ൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 13-ലാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ആർട്ടിക്കിൾ 13 എന്ന് പറയുന്ന ഇതിനകത്ത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 13-ല് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നിട്ടാണ്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ എന്നത് ഇന്ത്യ കടം എടുത്തിരിക്കുന്നത് എവിടെ നിന്നിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? അമേരിക്കയിൽ നിന്നിട്ടാണ്. അപ്പം അതായത് 12 മുതൽ 35 വരെയുള്ള പോർഷൻസ് നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടം എടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നിട്ടാണ് കടം എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആർട്ടിക്കിൾ 14 മാത്രം കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അത് നമ്മൾ വരുന്ന
പുറകാലെ പഠിക്കാം. അപ്പൊ കേന്ദ്രവും സംസ്ഥാനങ്ങളും സംബന്ധിച്ച വിഷയത്തിൽ കോടതിക്ക് നീതിന്യായ പുനഃപരിശോധന അധികാരം ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? ഉപയോഗിക്കാം. കേന്ദ്രവും സംസ്ഥാനവും സംബന്ധിച്ച വിഷയത്തിൽ കോടതിക്ക് നീതിന്യായ പുനഃപരിശോധന, അതായത് ആർട്ടിക്കിൾ 13 പ്രയോഗിക്കാൻ പറ്റുമോ? എസ്. ഇത്രയും ഇറങ്ങി നമ്മൾ പഠിക്കണം. കുറച്ചുകൂടെ ഡീപ്പ് ലെവലിലേക്കായിരിക്കും നമുക്ക് ഡിഗ്രി ലെവൽ മെയിൻസിനും നോർമൽ 10th ലെവൽ മെയിൻസിനും എല്ലാം വരുന്നത്. കാരണം ഇച്ചിരി ടൈറ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചോദിക്കുന്നത്. മൗലിക അവകാശത്തിന് വിരുദ്ധമെങ്കിൽ ഏതൊരു നിയമവും റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതി. അതായത് നമുക്ക് റിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി 32 പ്രകാരവും ഹൈക്കോടതി 226 പ്രകാരവുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഇന്ത്യയിലാകപ്പാട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രം. അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഈ ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുവാണെങ്കിൽ ഒരു വ്യക്തിക്ക് ആരെ സമീപിക്കാനുള്ള അധികാരമുണ്ട്? കോടതിയെ സമീപിക്കാനുള്ള അധികാരം ഉണ്ട്. അപ്പൊ മൗലിക അവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ ഏതൊരു നിയമവും റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക്. ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ, അതായത് കേന്ദ്രവും സംസ്ഥാനവും കൂടി ആലോചിക്കുന്നത്. അപ്പം ആ തത്വങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അധികാര വിഭജനത്തിന് വിരുദ്ധമെങ്കിൽ ആ നിയമം നീതിന്യായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഫെഡറൽ തത്വമായിക്കോട്ടെ, മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഇതെല്ലാം റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതി. അവരെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ജുഡീഷ്യൽ റിവ്യൂ വഴിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ ഏത് ആർട്ടിക്കിളിൽ പറയുന്നു? ആർട്ടിക്കിൾ 13 പറയുന്നു. അത് എവിടുന്നാണ് എടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നിട്ടാണ്. അപ്പൊ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഈ ജുഡീഷ്യൽ റിവ്യൂ പ്രയോഗിക്കാം. മൗലിക അവകാശത്തിന് വിരുദ്ധമാണെങ്കിലും ഇത് റദ്ദ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിലായാലും ഈ ഒരു അധികാരം സുപ്രീം കോടതിക്കുണ്ട് എന്ന കാര്യവും നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. PDF ആയതുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാൻ ഒരു ഇച്ചിരി. ഓക്കെ. ഏത് ആർട്ടിക്കിൾ പ്രകാരം ആണ് ഭരണഘടന ഭേദഗതിയെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്? ആർട്ടിക്കിൾ 13. അപ്പൊ ഭരണഘടന നമ്മൾ ഭേദഗതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ ആർക്ക് അധികാരം പറഞ്ഞിരിക്കുന്നത്? പാർലമെന്റിന് അധികാരം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതിയെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 13 ആണ്. അപ്പൊ ഭരണഘടനാ ഭേദഗതിയെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ആർട്ടിക്കിൾ 13 ആണ്. അത് തന്നെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നിയമത്തിന് മുന്നിൽ സമത്വം മുഖേനയുള്ള തുല്യ സംരക്ഷണം ആർട്ടിക്കിൾ 14 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14 നമ്മൾ റൂൾ ഓഫ് ലോ എന്നൊക്കെ പറയും, നിയമ വാഴ്ച എന്നൊക്കെയുള്ള കാര്യം പറയും. ഇവിടെ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ട്? നിയമ സമത്വവുമുണ്ട്, തുല്യ നിയമ സംരക്ഷണവും ആര് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 14 റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കി വെക്കണം. സമത്വവുമുണ്ട്, സംരക്ഷണവുമുണ്ട്. അപ്പൊ ഇവിടെ ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല, ഇല്ല എന്നതിനെ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് തന്നെ പഠിക്കണം. അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. അതേ രീതിയിൽ തന്നെ സെന്റൻസ് പഠിക്കണം. അതേപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല എന്നതാണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേക പരിഗണന ലഭിക്കില്ല. ഇനി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ സംരക്ഷിക്കുമാകുമ്പോൾ എന്താണ്? പോസിറ്റീവായിട്ടാണ് ആ ഒരു സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് സെന്റൻസ് നെഗറ്റീവ് ആയിട്ടും, അതായത് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് 2 പോർഷൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിയമ സമത്വവും ഉണ്ട്, നിയമ സംരക്ഷണവും ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? സംരക്ഷണമാണ്. പോസിറ്റീവായിട്ട് സംരക്ഷിക്കും. അതേസമയം പരിഗണന ലഭിക്കില്ല, നെഗറ്റീവായിട്ടാണ് ആ ഒരു സെന്റൻസിനെ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്പെഷ്യൽ കൺസിഡറേഷൻ ആർക്കും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സമത്വം കൊണ്ടും. സംരക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ സെയിം ആയിട്ട് സംരക്ഷണം നിയമത്തിന് റിലേറ്റ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? തുല്യ നിയമ സംരക്ഷണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത് എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത് എന്ന് എവിടെ പറയുന്നു? ആർട്ടിക്കിൾ 14 പറയുന്നു എന്ന കാര്യവും നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ഏത് സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? അത് നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം. ഇപ്പൊ നമ്മൾ സമത്വം എന്ന് പറഞ്ഞപ്പം അത് മാത്രമേ ഉള്ളൂ ബ്രിട്ടൻ. ആദ്യമേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ് ഏത് രാജ്യത്തു നിന്ന് കടമെടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്ന് നമ്മൾ പറയും. പക്ഷെ ആർട്ടിക്കിൾ 14 എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ആൻസർ എന്ത് പറയണമായിരുന്നു? ബ്രിട്ടൻ ആയിരുന്നു. ഇനി ഡിഗ്രി ലെവൽസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ഈ 14 രണ്ട് പോർഷൻ ഉണ്ട്. 14 ഫസ്റ്റ് പാർട്ട് സമത്വം പറയുമ്പോൾ സെക്കൻഡ് പാർട്ട് തുല്യ സംരക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സമത്വം എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്ന് എടുത്തിരിക്കുന്നത്. സംരക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ ആർട്ടിക്കിൾ 14 രണ്ട് അവകാശികളുണ്ട്, രണ്ട് രാജ്യങ്ങൾ. സമത്വം ഫ്രം ബ്രിട്ടൻ ആൻഡ് സംരക്ഷണം ഫ്രം അമേരിക്ക. സമത്വം എന്നത് എന്ത് ആശയമാണ്? ഒരു നെഗറ്റീവാണ് അല്ലെ? ആർക്കും പ്രത്യേക പരിഗണന ലഭിക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ഐഡിയയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14 സമത്വമാണോ സംരക്ഷണമാണോ പിന്നെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? സമത്വം എന്നത് നെഗറ്റീവും സംരക്ഷണം എന്നത് എന്തുവാണ്? പോസിറ്റീവ് ആശയവുമാണെന്ന കാര്യം പഠിച്ചു വെക്കണം. അപ്പൊ നിയമ സമത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റിനെയും ഗവർണറെയും മാത്രമേ ഉള്ളൂ. അതെന്തോ ഒരു 10th പ്രിലിംസിനോ കൊണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 14 നിന്ന് ആരെയൊക്കെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്? പ്രസിഡന്റിനെയും ഗവർണറെയും ആണെന്ന കാര്യം നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവണം കേട്ടോ. അടുത്തത് അടിയന്തരാവസ്ഥയിൽ പോലും ക്യാൻസൽ ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 20 21 ആണ്. അടിയന്തരാവസ്ഥ സമയത്ത് പോലും ക്യാൻസൽ ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ 20 21 ആണ്. അതായത് 20 എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്? 20 എന്ന് പറഞ്ഞിരിക്കുന്നത് കുറ്റവും ശിക്ഷയും. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യം മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. 21 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് ഏതിൽ പറയുന്നത്? 21 പറയുന്നത്. എന്താണ്? ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് 21 പറയുന്നത്. ഓക്കെ, അപ്പം കുറ്റവും ശിക്ഷയും ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20യുടെ ഡീപ്പ് ലെവലിലേക്കുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇരട്ട ജിയോപാഡിതത്വവും ഒക്കെ പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഡിഗ്രി ലെവലിന്റെ ഫോക്കസ് ഏരിയ ആണ്. അപ്പൊ അതിന്റെയൊക്കെ ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇനി ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 14, 19, 21 ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം? 14, 19, 21. അപ്പൊ 21 എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും റദ്ദ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 14 എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിയമവാഴ്ച. അവിടെ സമത്വവും സംരക്ഷണവും ഒരുപോലെ പറയുന്നു. 19 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റി പറയുന്നു? സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അവകാശം പറയുന്നു. അപ്പൊ ഇതിനെയാണ് സുവർണ ത്രികോണം എന്ന് പറയുന്നത്. ഇനി സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണ് എന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ് പുട്ടസ്വാമി കേസാണ്. യൂണിയൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2017 റിപ്പീറ്റഡ് ആയിട്ട് 5-6 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കേസാണ്. ആർട്ടിക്കിൾ 21 റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു. പുട്ടസ്വാമി കേസാണ്. യൂണിയൻ ഓഫ് ഇന്ത്യയുമായിട്ട് 2017. ദേവദാസി സമ്പ്രദായത്തെ വിലക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 23 ആണ്. 23 ആൻഡ് 24 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് 23. ദേവദാസി സമ്പ്രദായത്തെ വിലക്കുന്നത് 23. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സ്റ്റേറ്റ് ആണ് ബീഹാർ എന്ന് പറയുന്നത്. ബീഹാർ. ബാലവേല വിരുദ്ധ ദിനം ആണ് ജൂൺ മാസം 12. ബാലവേല വിരുദ്ധ ദിനം ജൂൺ മാസം 12-ാം തീയതിയാണ് ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു കണ്ടന്റ് നോക്കട്ടെ. അതായത് ആർട്ടിക്കിള് സ്വന്തമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ആർട്ടിക്കിള് നമുക്ക് 25 മുതൽ 28 വരെയുള്ള കാര്യങ്ങൾ എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നു? മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളാണ്. ഇപ്പൊ നമുക്ക് 14 മുതൽ 18 വരെയുള്ള സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 19 മുതൽ 22 വരെയുള്ള കാര്യം എന്തുവാണ്?
സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 23ഉം 24ഉം ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെയുള്ളത് പിന്നെ നമ്മുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത് 29ഉം 30ഉം എന്താണ്? ന്യൂനപക്ഷ സമുദായങ്ങളുടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ അവകാശങ്ങളാണ് ഈ 29ലും 30ലും പറയുന്നത്. പിന്നെ 32 എന്തിനെ പറ്റി പറയുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രതിവിധിക്കെതിരെയുള്ള അവകാശം ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പ്രകാരം തന്നെയാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അംബേദ്കർ ഹൃദയവും ആത്മാവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാലും 32 ആണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി മാസം 26-ാം തീയതി നിലവിൽ വന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എത്ര എണ്ണം ആണ് പറയേണ്ടത്? ഫണ്ടമെന്റൽ റൈറ്റിന്റെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് 7 ആണ്. ഇനി അതിനകത്ത് നമ്മൾ ഒരെണ്ണം റിപ്പീൽ ചെയ്തു, റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് സ്വത്തവകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ റിപ്പീൽ ചെയ്തു. മൊറാർജി ദേശായിയുടെ കാലത്ത് 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇതിനെ നമ്മൾ റിപ്പീൽ ചെയ്ത് എങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്? ഈ ഫണ്ടമെന്റൽ റൈറ്റിൽ ആർട്ടിക്കിൾ 31ലാണ് പ്രോപ്പർട്ടി റൈറ്റിനെ പറ്റി പറയുന്നത്. ഇതിലാണ് 31നെ പറ്റി പ്രോപ്പർട്ടി റൈറ്റില് ഫണ്ടമെന്റൽ റൈറ്റിനകത്തായിരുന്നു പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മൗലിക അവകാശമായിരുന്നു സ്വത്തവകാശം. പിന്നീട് അതിനെ 300A മാറ്റി അതൊരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ലീഗൽ റൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഏത് അമെന്റ്മെന്റ് ആണ് യൂസ് ചെയ്തത്? 44ാമത്തെ അമെന്റ്മെന്റ്. ആരാണ് ചെയ്തത്? മൊറാർജി ദേശായിയുടെ കാലത്ത് 1978-ലാണത് നിലവിൽ വന്നത്. അപ്പൊ അതും അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമ്മൾക്ക് ഈ പിന്നെ എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരുന്നു? 7. ഇപ്പോ എത്ര ഉണ്ട്? 6. എന്ന് മുതലാണ്? 78 മുതലാണ് ആ ഒരു കാര്യം വന്നിരിക്കുന്നത്. പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 31 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് സെപ്പറേറ്റ് പറഞ്ഞിരിക്കുന്നതായിരുന്നു. അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് 300A കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 1978 മുതൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിന്റെ എണ്ണം എത്രയേ ഉള്ളൂ? 6 എണ്ണമേ ഉള്ളൂ എന്ന കാര്യം കൃത്യമായിട്ട് തന്നെ ഓർത്തു വെച്ചിരിക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 25 മുതൽ 28 വരെയുള്ള കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. സ്വന്തമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് 25 എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും. ഇനി ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം ഈ മതവിഭാഗങ്ങൾക്ക്, അത് നോക്കി നടത്താം. അപ്പം ജീവകാരുണ്യങ്ങൾ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ളത് ട്രസ്റ്റ് ഒക്കെ രൂപീകരിക്കുന്നു. അതാണ് ഏത് 26 പറഞ്ഞിരിക്കുന്നത്. ഇനി നികുതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മതത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ വിപുലീകരണത്തിനും പരിപാലനത്തിനും വേണ്ടി ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ നിർബന്ധിതരല്ല. അതാണ് ആർട്ടിക്കിൾ 27ൽ പറയുന്നത്. ഇപ്പൊ 25 എന്ന് പറഞ്ഞാൽ ഏതു മതത്തിൽ വിശ്വസിക്കാൻ, 26 എന്ന് പറഞ്ഞിരിക്കാൻ എന്താണ്? ജീവകാരുണ്യ സ്ഥാപനങ്ങൾ നികുതി അടയ്ക്കാൻ നിർബന്ധിതരല്ല എന്നാണ് 27ൽ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ നിർബന്ധമാക്കാനോ പാടില്ല. ആർട്ടിക്കിൾ 28(1)ലാണ് അതിനെ പറ്റിയിട്ട് പറയുന്നത്. 28(1)ലാണ് ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ നിർബന്ധിക്കാനോ പാടില്ല. ഇനി 28(2) ഉണ്ട്, 28(3) ഉണ്ട്. അത് മൂന്നും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പൊ ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ നിർബന്ധിക്കാനോ പാടില്ല. 28(1) ആര് നടത്തുന്നത്? ഗവൺമെന്റ്. രാഷ്ട്ര ഭരണം നടത്തുന്നതും മതപരമായ ബോധനം ആ സ്ഥാപനത്തിന് നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെ കീഴിൽ സ്ഥാപിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യമാണ് 28(2)ൽ പറയുന്നത്. രാഷ്ട്രഭരണം നടത്തുന്നതാണ്. പിന്നെ അതായത് ഏതെങ്കിലും ട്രസ്റ്റിന്റെ അണ്ടറിലാണ് എങ്കിൽ അവർക്ക് വേണമെങ്കിൽ മതപരമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് 28(2)ൽ പറയുന്നുണ്ട്. ഇനി 28(3)ലാണ് എങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? സംസ്ഥാന ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന മതപ്രബോധനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഏതൊരു വിദ്യാർത്ഥിക്കും അവകാശമുണ്ട്. പങ്കെടുക്കാതിരിക്കുന്നു ഏത്? സംസ്ഥാന ഫണ്ട് കൊണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ആരാണ് ഫണ്ട് മുടക്കുന്നത് എന്ന കാര്യം ഓർക്കണം. ഗവൺമെന്റ് ആണ് എങ്കിൽ യാതൊരു തരത്തിലും നിർബന്ധിക്കാൻ പാടില്ല. 28(1). ഇനി പിന്നെ സംസ്ഥാന ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതബോധനത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ട് എന്ന് പറഞ്ഞു 28(3). ട്രസ്റ്റിന്റെ അണ്ടറിൽ ഉള്ളതാണ് എങ്കിൽ അവർക്ക്
അവർക്ക് വേണമെങ്കിൽ മതപരമായ നിർദ്ദേശങ്ങൾ കൊടുക്കാം 28/2. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കിയിട്ട് വരാം, എന്തെങ്കിലുമൊക്കെ അറിയാവോ നോക്കാലോ. ഇപ്പൊ ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താൻ നിർബന്ധമാക്കാനോ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ജോലി തരുവാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ നമ്പർ 1 എന്ന് ഇട്ടിട്ട് ഇതിന്റെ ആൻസർ ഏതാണെന്ന് പറയണം. ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ നിർബന്ധമാക്കാനോ പാടില്ല. 28ന്റെ ഏത് പോർഷൻ ആണെന്നുള്ളത് കമന്റ് ചെയ്യുക. 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണേ. ഇനി അടുത്തത്, തുല്യ സംരക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആശയമാണോ നെഗറ്റീവ് ആശയമാണോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രം ഭരണം നടത്തുന്നതും മതപരമായ ബോധനം ആ സ്ഥാപനത്തിന് നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെ കീഴിൽ സ്ഥാപിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? അടുത്ത, സമത്വം എന്നത് ഏത് ആശയമാണ്? സംസ്ഥാന ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതപ്രബോധനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഏതൊരു വിദ്യാർത്ഥിക്കും അവകാശമുണ്ട് ഏത് ആർട്ടിക്കിളിൽ പറയുന്നു? ക്വസ്റ്റ്യന്റെ നമ്പറോട് ഇട്ടിട്ട് എഴുതിക്കോണേ. നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം ഏതു രാജ്യത്തുനിന്ന് എടുത്തിരിക്കുന്നു? നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം. ഇനി നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ഏത് രാജ്യത്തുനിന്ന് എടുത്തിരിക്കുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ സംരക്ഷിക്കപ്പെടും ഏതാണ് പറഞ്ഞത്? തുല്യ നിയമ സംരക്ഷണമാണോ നിയമ സമത്വമാണോ പറയുന്നത്? ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല ഏതിലാണ് വ്യക്തമായിട്ട് പറയുന്നത്? ഇനി കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും എല്ലാം ഏതിനകത്ത് ഉൾപ്പെടുന്നു? അതെല്ലാം ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം. ഏത് ആർട്ടിക്കിളിൽ അതിനെപ്പറ്റി പറയുന്നു? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതിയെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതിയെ നിയമത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് നോക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ, പെയ്ഡ് കോഴ്സിനെ പറ്റിയിട്ടൊക്കെ അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 8078962109 എന്ന് പറയുന്ന നമ്പറിൽ 8078962109. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.